ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയർ സാന്റോസിൽ എത്തിയതിനു ശേഷം അവർക്ക് വളർച്ച മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാ നിലയിലും സാന്റോസിനെ സഹായിക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് റെലഗേഷൻ സോണിൽ നിന്നും സാന്റോസിനെ രക്ഷപ്പെടുത്തിയത് നെയ്മർ ജൂനിയർ തന്നെയാണ്. നെയ്മറുടെ എഫക്റ്റ് വിളിച്ചോതുന്ന ഒരു തെളിവ് കൂടി, ഒരു കണക്ക് കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് 2025 എന്ന കലണ്ടർ വർഷത്തിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വളർച്ചയുണ്ടാക്കിയ ക്ലബ്ബുകളിൽ ഒന്നായി മാറാൻ ഇപ്പോൾ സാന്റോസിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കണക്കുകൾ ഇപ്പോൾ ഫുട്ബോൾ ബെഞ്ച് മാർക്കാണ് പുറത്ത് വിട്ടിട്ടുള്ളത്. അതായത് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുമായി കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടായ 20 ക്ലബ്ബുകളുടെ പട്ടികയാണ് ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ബ്രസീലിൽ നിന്നും ഇടം നേടിയ ഏക ക്ലബ്ബായി മാറാൻ സാന്റോസിന് കഴിഞ്ഞിട്ടുണ്ട്. ലോക റാങ്കിങ്ങിൽ 10ാം സ്ഥാനമാണ് സാന്റോസ് സ്വന്തമാക്കിയിട്ടുള്ളത്. അതായത് കഴിഞ്ഞ കലണ്ടർ വർഷത്തിൽ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുമായി ആകെ 12.4 മില്യൺ ഫോളോവേഴ്സിന്റെ ഒരു വർധനവാണ് സാന്റോസിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് 2024 അപേക്ഷിച്ച് നോക്കുമ്പോൾ 356% വളർച്ച കൈവരിക്കാൻ സാന്റോസിന് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിച്ച ക്ലബ്ബുകളുടെ പട്ടികയിൽ അൽ നസർ, ഇന്റർ മയാമി, ബയൺ മ്യൂണിക്ക്, ഇന്റർ മിലാൻ എന്നിവരെയെല്ലാം പിറകിലാക്കാൻ ഇപ്പോൾ സാന്റോസിന് കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുമായി 25.5 മില്യൺ ഫോളോവേഴ്സ് ആണ് സാന്റോസിനുള്ളത്. ബ്രസീലിയൻ ക്ലബ്ബുകളായ പാൽമിറാസ്, സാവോ പോളോ എന്നിവരെയെല്ലാം മറികടക്കാൻ ഇപ്പോൾ സാന്റോസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെല്ലാം കാരണക്കാരൻ അത് നെയ്മർ ജൂനിയർ ആണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങളും ഇല്ല. സാന്റോസിന് ഇത്രയധികം ജനപ്രീതി ലഭിച്ചത് അത് നെയ്മർ ജൂനിയറുടെ ഒരു വരവോട് കൂടിയാണ്. നെയ്മർ ജൂനിയർ സാന്റോസിൽ എത്തിയതോടുകൂടി സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ വലിയ രൂപത്തിലുള്ള ഒരു വളർച്ച സാന്റോസ് കൈവരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വ്യക്തമായ ഉദാഹരണം തന്നെയാണ് ഈ കണക്കുകൾ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.